അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിനോട് വിശ്വാസികളായ ഓരോ ആളുകൾക്കും കൃത്യമായ ചില ബാധ്യതകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് ഒന്ന് ഖുർആൻ പഠിക്കുകയും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ മൂന്ന് ബാധ്യതകളും നിറവേറ്റാതെ ഒരു വിശ്വാസിയ മനുഷ്യനും നാളെ റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ സാധിക്കുകയില്ല. ഖുർആൻ പഠനം വളരെ പ്രാധാന്യമർഹിക്കുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ പഠിച്ച വിഷയങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക എന്നുള്ളതും ഇബാദത്താണ്. ഈ രണ്ട് ഇബാദത്തുകളേക്കാൾ തന്നെ ശ്രേഷ്ഠമാണ് മറ്റുള്ള ആളുകളിലേക്ക് ഖുർആനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തെല്ലാം വിഷയങ്ങളാണ് അല്ലാഹു തആല ഖുർആനിലൂടെ ചർച്ച ചെയ്യുന്നത്? പ്രാപഞ്ചിക രഹസ്യങ്ങൾ, അങ്ങനെ നിരവധി സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ നടത്തി വന്നതുപോലെ ഡിവൈൻ ഖുർആൻ അക്കാദമിയുടെ ഖുർആൻ വിജ്ഞാന പരീക്ഷ ഈ വർഷവും നമ്മൾ നടത്തുകയാണ്. റമദാൻ 25-ന് സൂറത്തുൽ അഅറാഫ് ആസ്പദമാക്കി നടത്തുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷയിലേക്ക് ഓരോ വിശ്വാസികളായ ആളുകളെയും ക്ഷണിക്കുകയാണ്. ഭൗതികമായി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമ്മാനത്തേക്കാൾ ഉപരിയായി വിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ കലാമ് ഒരു സൂറത്ത് പഠിക്കാൻ കഴിയുന്ന സാഹചര്യത്തെ ഇബാദത്താക്കി മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ ഒരു ഉദ്യമത്തിലേക്ക് മുഴുവൻ വിശ്വാസികളായ ആളുകളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷണിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ ഓരോ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ. പക്ഷേ നമ്മുടെയൊക്കെ നോമ്പിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.